അല്പം സങ്കീർത്തനത്തിലെ ചില ചിന്തകളെ പങ്കുവെക്കുവാനായിട്ട് ഞാൻ താല്പര്യപ്പെടുകയാണ്. നമ്മൾ ഈ സങ്കീർത്തനത്തെ ഒന്ന് ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു ഔട്ട്ലൈൻ ക്രമീകരിക്കുകയാണെങ്കിൽ ഇതിനെ ഒരു 4ആയിട്ട് നമുക്ക് തിരിക്കുവാനായിട്ട് സാധിക്കും. അതിന്റെ 1 മുതൽ 4 വരെയുള്ളതായ വാക്യങ്ങൾ വായിക്കുമ്പോൾ യഹോവ വാഴുന്നു, അല്ലെങ്കിൽ ദൈവത്തിന്റെ ഭരണം അല്ലെങ്കിൽ കർത്തൃത്വത്തെ കുറിച്ച് വളരെ വ്യക്തമായി എഴുതിയിരിക്കുന്നത് നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. അതിന്റെ ഓരോ വാക്കുകൾ ചിലപ്പോൾ ഈ സങ്കീർത്തനത്തിന്റെ ഒരു ഔട്ട്ലൈൻ ക്രമീകരിക്കുകയാണെങ്കിൽ, ഒന്നാമത് ഞാൻ പറയും യഹോവയുടെ ഭരണം, കർത്താവിന്റെ ഭരണം, യഹോവ വാഴുന്നു. ഒന്ന് ചേർന്ന് പറഞ്ഞിട്ട് യഹോവ വാഴുന്നു. രണ്ടാമത് നമ്മൾ അതിന്റെ 5ആം വാക്യം വായിക്കുമ്പോൾ അവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് കർത്താവിന്റെ സാന്നിധ്യത്തെ കുറിച്ച് എഴുതിയിരിക്കുന്നു. അപ്പോൾ അടുത്തൊരു ഔട്ട്ലൈന് നമുക്ക് പറയുവാൻ സാധിച്ചാൽ അതെങ്ങനെയാണ് ദൈവത്തിന്റെ സാന്നിധ്യം. ഒന്ന് പറഞ്ഞ സാന്നിധ്യം. മൂന്നാമത് നമ്മൾ അതിന്റെ 6 മുതൽ 12 വരെയുള്ളതായ വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് വിധിക്കുന്ന ദൈവം അല്ലെങ്കിൽ ന്യായാധിപനായ നമ്മുടെ കർത്താവിനെ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. അതിന്റെ 10ആം വാക്യത്തിൽ നമ്മൾ ഒരു കാര്യം വായിക്കുന്നുണ്ട്, യഹോവയെ സ്നേഹിക്കുന്നവരെ എന്ന് പറയുന്നത് നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. ഭരണത്തെക്കുറിച്ചും അല്ലെങ്കിൽ കർത്താവ് വാഴുന്നതിനെ കുറിച്ചും ദൈവത്തിന്റെ സാന്നിധ്യത്തെ കുറിച്ചും അല്പം നേരം പങ്കിടുവാനായിട്ട് താല്പര്യപ്പെടുകയാണ്. നമ്മൾ ഈ സങ്കീർത്തനത്തിന്റെ ആരംഭത്തിൽ നമ്മൾ വായിച്ചു, യഹോവ വാഴുന്നു, ഭൂമി ഘോഷിച്ച് ആനന്ദിക്കട്ടെ. നമ്മൾ 97-ാം സങ്കീർത്തനം അതിന്റെ 1-ാം വാക്യം വായിച്ചാട്ടെ. അതുപോലെ 99-ാം സങ്കീർത്തനം അവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. 99-ാം സങ്കീർത്തനം അതിന്റെ 10-ാം വാക്യത്തില് നമുക്ക്, അല്ലെങ്കിൽ 1-ാം വാക്യത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട് യഹോവ വാഴുന്നു എന്നുള്ളത്. വായിച്ചാട്ടെ 93-ന്റെ 1-ാം വാക്യം. യഹോവ വാഴുന്നു, ജാതികൾ വിറയ്ക്കട്ടെ. അവിടെ എഴുതിയിരിക്കുന്നു യഹോവ വാഴുന്നു, ജാതികൾ വിറയ്ക്കട്ടെ എന്ന്. ഇവിടെ എല്ലാം നമുക്ക് കാണുവാൻ സാധിക്കുന്നത് അടുപ്പിച്ചടുപ്പിച്ച് ഒരു ചെയിന് കണക്ട് ചെയ്തിരിക്കുന്ന പോലെ ഈ സങ്കീർത്തനത്തിലെ യഹോവ വാഴുന്നുവെന്ന് ആവർത്തിച്ച് സങ്കീർത്തനക്കാരൻ പറയുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. എന്നാൽ 93-ാം സങ്കീർത്തനത്തിന്റെ 1-ഉം 2-ഉം വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ എഴുതിയിരിക്കുന്നു യഹോവ വാഴുന്നു, അവൻ മഹിമ ധരിച്ചിരിക്കുന്നു, യഹോവ ബലം ധരിച്ച് അരയ്ക്ക് കെട്ടിയിരിക്കുന്നു, ഭൂലോകത്തെ ഇളകാതെ ഉറച്ചു നിൽക്കുന്നു, നിന്റെ സിംഹാസനം പുരാതനമേ സ്ഥിരമായിരിക്കുന്നു, നീ അനാദിയായുള്ളവൻ തന്നെ. അവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് ഈ ഒരു പ്രവചനം ശബ്ദമാണ് അവിടെ നമുക്ക് കേൾക്കുവാനായിട്ട് സാധിക്കുന്നത്. ഭൂമിയിലെ തന്റെ രാജ്യത്തെ സ്ഥാപിക്കുമ്പോൾ നിറവേറുവാൻ പോകുന്നതാണ്. ഹല്ലേലൂയ. നമ്മൾ വായിച്ചത് യഹോവ വാഴുന്നു, അവന് മഹിമ ധരിച്ചിരിക്കുന്നു. അതുമാത്രമല്ല, യഹോവ ബലം ധരിച്ച് അരയ്ക്ക് കെട്ടിയിരിക്കുന്നു, ഭൂലോകം ഇളകാതെ ഉറച്ച് നിൽക്കുന്നു. പ്രിയമുള്ളവരെ, നമ്മുടെ കർത്താവ് വാഴുന്നു എന്നുള്ളത് ഒരു വലിയ യാഥാർത്ഥ്യമാണ്. എന്നാൽ ഈ ദിവസങ്ങളിൽ കർത്താവ് നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് ഈ വാഴുന്ന കർത്താവ് ഹല്ലേലൂയ നമ്മുടെ ഭവനങ്ങളിൽ വാഴണം. എന്നിലും നിന്നിലും ഈ കർത്താവ് ഭരണം ഏറ്റെടുക്കണം. പലപ്പോഴും നമ്മൾ ഭരണം മറ്റുള്ളവരെ ഏൽപ്പിക്കുമ്പോഴാണ് പരാജയം ഉണ്ടാകുന്നത്. നമ്മുടെ ഭവനത്തിന്റെ ഭരണം ഹല്ലേലൂയ നമ്മുടെ കർത്താവ് ഏറ്റെടുക്കട്ടെ. ഹല്ലേലൂയ. സഭയുടെ ഭരണം കർത്താവ് ഏറ്റെടുക്കട്ടെ. ഹല്ലേലൂയ. ഹല്ലേലൂയ. എൻ്റെ നിന്റെയും എന്താണ് ഭരണം, അല്ലെങ്കിൽ ഹല്ലേലൂയ വാഴ്ച കർത്താവ് ഏറ്റെടുക്കട്ടെ. ഹല്ലേലൂയ. അപ്പോൾ യഹോവ വാഴുന്നു എന്നുള്ളത് വലിയ ഒരു യാഥാർത്ഥ്യമാണ്. ഈ ലോകത്തിൽ കാണുന്ന സകലതിനും വ്യത്യാസം വരും. സകലതിനും ദൈവത്തിന്റെ വചനത്തിൽ പറയുന്നത് എല്ലാം കത്തിച്ചാമ്പലാകുവാൻ പോവുകയാണ്. അപ്പോൾ എല്ലാത്തിനും വ്യത്യാസം വരും. എന്നാൽ യഹോവയുടെ സിംഹാസനത്തിന് യാതൊരു വ്യത്യാസമില്ല. ഹല്ലേലൂയ. ഇവിടെ ഒരു സിംഹാസനം വരും, അടുത്ത് കുറച്ച് കഴിയുമ്പോൾ ആ സിംഹാസനം മാറും. ഒരു തലമുറ വരുന്നു, മറ്റൊരു തലമുറ പോകുന്നു. ഒരു പ്രസിഡന്റ് വരുന്നു, മറ്റൊരു പ്രസിഡന്റ് വരുന്നു. ഹല്ലേലൂയ. ഒത്തിരി മാറ്റങ്ങൾ എന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതായ ഒരു ലോകമാണ് ഈ ലോകം. എന്നാൽ ഒരു സിംഹാസനത്തിന് യാതൊരു മാറ്റമില്ല. അതേത് സിംഹാസനം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്നേക്കും വാഴുവാൻ പോകുന്നതായ നമ്മുടെ കർത്താവിന്റെ സിംഹാസനമാണ്. ആ സിംഹാസനത്തിനായി നമുക്ക് കരങ്ങളിൽ നമ്മുടെ കർത്താവിന് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. മാറ്റമില്ലാത്തതായ ചില കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവത്തിന്റെ വചനം പഠിക്കുമ്പോൾ ഒന്ന്, ഈ വചനത്തിന് മാറ്റമില്ല. ഇതിന്റെ ഒരു വള്ളിക്കോ പുള്ളിക്കോ മാറ്റമില്ല. ഹല്ലേലൂയ. അതുപോലെ തന്നെ നമ്മുടെ കർത്താവിന്റെ സ്വഭാവത്തിന് മാറ്റമില്ല.
നമ്മുടെ സ്വഭാവങ്ങളൊക്കെ മാറും, എന്നാൽ കർത്താവിന്റെ സ്വഭാവം മാറുകയില്ല. അവന്റെ സ്വഭാവത്തിന് ഒരു മാറ്റമില്ല, ദൈവവചനത്തിന് ഒരു മാറ്റവുമില്ല, അവന്റെ സിംഹാസനത്തിനും ഒരു മാറ്റമില്ല. ഹല്ലേലൂയ. അവന് സിംഹാസനത്തിനായി വാഴുവാൻ പോകുന്നതായ ഹല്ലേലൂയ ഒരു സമയമുണ്ട്. അന്ന് നമ്മളെ ആ രാജ്യത്തിന്റെ മെമ്പേഴ്സ് ആക്കി ഇപ്പോഴേ കർത്താവ് നമ്മളെ തീർത്തിരിക്കുകയാണ്. ഹല്ലേലൂയ. ആ രാജ്യം ഭരിക്കുന്നത് നമ്മുടെ കർത്താവായിരിക്കും. ഇന്നും കർത്താവിന്റെ ഭരണം നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ടെന്നാൽ ഈ ദിവസങ്ങളിൽ കർത്താവ് നമ്മളെ ഭരിക്കുവാനായിട്ട് ഹല്ലേലൂയ ഒന്ന് വിട്ടുകൊടുക്കുന്നുവെങ്കിൽ, ഈ ദിവസങ്ങളിൽ നമ്മുടെ കർത്താവ് നമ്മളെ ഭരിക്കുന്നുവെങ്കിൽ നമ്മൾ ഭാരപ്പെടേണ്ട ആവശ്യമില്ല, പേടിക്കേണ്ട ആവശ്യമില്ല. ഈ ദിവസം കർത്താവേ നീ ഹല്ലേലൂയ എന്നെ ഭരിക്കണമേ, എൻ്റെ കുടുംബത്തെ ഭരിക്കണമേ, സഭയെ ഭരിക്കണമേ എന്ന് ഒന്ന് പ്രാർത്ഥിച്ചാട്ട് പ്രിയമുള്ളവരെ. രണ്ടാമത് നമ്മൾ വായിക്കുമ്പോൾ ഇവിടെ കാണുവാനായിട്ട് സാധിക്കുന്നത് അതിന്റെ 5-ാം വാക്യം ഒന്ന് വായിച്ചാട്ടെ. 5-ാം വാക്യം. യഹോവയുടെ സന്നിധിയിൽ, സർവ്വഭൂമിയുടെയും കർത്താവിന്റെ സന്നിധിയിൽ പർവ്വതങ്ങൾ മെഴുകുപോലെ ഉരുകുന്നു. പർവ്വതങ്ങള് മെഴുകുപോലെ ഉരുകുന്നു. അവന്റെ സ്ഥാനത്ത് യഹോവയുടെ സന്നിധിയിലെ സർവ്വഭൂമിയുടെയും കർത്താവിന്റെ സന്നിധിയിലെ പർവ്വതങ്ങള് മെഴുകുപോലെ ഉരുകുന്നു. അപ്പോൾ അവന്റെ സാന്നിധ്യത്തിന് ചിലതിനെയൊക്കെ എന്താണ് ഉരുക്കുവാനായിട്ട് സാധിക്കും. എത്ര പേര് വിശ്വസിക്കുന്നു? കർത്താവിന്റെ സാന്നിധ്യത്തിന് ഹല്ലേലൂയ വലിയ ശക്തിയുണ്ട്. ഹല്ലേലൂയ. എവിടെ കർത്താവ് കടന്നു വരുവോ അവിടെ അവന്റെ സാന്നിധ്യമുണ്ട്. ഹല്ലേലൂയ. നമുക്കറിയാം കർത്താവ് മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു. എന്നാൽ യേശുവിന്റെ ശിഷ്യന്മാരെ യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായം നമ്മൾ അതിന്റെ 19-ാം വാക്യം വായിക്കുമ്പോൾ അവർ പേടിച്ച് ഭയന്ന് വാതിലടച്ചിട്ട്, യഹൂദന്മാരെ ഭയന്ന് വാതിലടച്ചിട്ട് എന്തുവാണ് പേടിച്ചിരിക്കുകയാണ് അടുത്ത് എന്ത് സംഭവിക്കുമെന്ന്. എന്നാൽ അവിടെ എന്തുവാണ് ദൈവം കർത്താവ് കടന്നു വന്നു. അവന്റെ സാന്നിധ്യം എന്തുവാണ് ഹല്ലേലൂയ അവിടെ ഉണ്ടായി. യേശു കടന്നു വന്നു കഴിഞ്ഞപ്പോൾ യേശു നിങ്ങൾക്ക് സമാധാനം എന്ന് പറഞ്ഞതായ യേശുവിനെ നമുക്ക് അവിടെ കാണുവാൻ. അപ്പോൾ യേശു എവിടെ വരുവോ അവിടെ അവന്റെ സാന്നിധ്യമുണ്ട്. യേശു എവിടെ വരുവോ അവിടെ എന്തുവാണ് സമാധാനമുണ്ട്. യേശു എവിടെ വരുവോ അവിടെ സന്തോഷമുണ്ട്. യേശു എവിടെയുണ്ടോ അവന്റെ സാന്നിധ്യം എവിടെയുണ്ടോ അവിടെ എന്തുവാണ് ഭയം മാറിപ്പോകും. അപ്പോൾ ഭയന്നിരുന്നതായ യേശുവിന്റെ ശിഷ്യന്മാരുടെ ഭയം എന്തുവാണ് അവന്റെ ആ സാന്നിധ്യത്തിൽ എന്തുവാണ് അതിനെ ഒന്ന് ബ്രേക്ക് ചെയ്യാനിടയായി തീർന്നു. അതുകൊണ്ട് ഈ ദിവസങ്ങൾ ഹല്ലേലൂയ ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ദൈവമക്കളെ നമ്മളോട് ഒന്നിച്ചു കൂടുമ്പോൾ എന്തുവാണ് അവന്റെ സാന്നിധ്യം ഇവിടെ ഇറങ്ങുവാൻ പോവുകയാണ്. ആ സാന്നിധ്യം ഇറങ്ങിയാൽ എന്തുവാണ് നമ്മളെ അലട്ടുന്നതായ ചില ഭയങ്ങള് മാറുവാൻ പോവുകയാണ്. നമ്മളെ അലട്ടുന്നതായ ചില വിഷയങ്ങളിൽ നമ്മൾ വിടുതല് കാണുവാൻ പോയി. അപ്പോൾ ഇവിടെ എന്തുവാണ് ഹല്ലേലൂയ യഹോവയുടെ സന്നിധിയിൽ, സർവ്വഭൂമിയുടെയും കർത്താവിന്റെ സന്നിധിയിലെ പർവ്വതങ്ങള് മെഴുകുപോലെ ഉരുകുന്നു. നമുക്കറിയാം ഇവിടെ സ്നോ പെയ്യുമ്പോൾ 2-3 അടി ചിലപ്പോൾ സ്നോ വന്ന് കിടക്കും. എന്നാൽ പ്ലസ് ആയി കഴിയുമ്പോൾ പെട്ടെന്ന് എന്തുവാണ് ഇതെല്ലാം ഉരുകിപ്പോകും. നമ്മൾ കാണുന്നതാണ്, മിക്കവാറും കാണുന്നതാണ്. ഇന്ന് പോൽക്കാലം നമുക്ക് വിശ്വസിക്കാം എങ്ങനെ സ്നോ ഉരുകിപ്പോകുമോ അതുപോലെ ഈ സ്നോ പെയ്തൊന്നു പോലും അറിയാത്ത രീതിയിൽ എന്തുവാണ് പുല്ല് കാണുന്ന രീതിയിൽ എന്തുവാണ് എല്ലാം പോയിരിക്കുന്നത് ഞാൻ ഇന്നീം കാണാറുണ്ട് എന്ന് പറഞ്ഞതുപോലെ ഈ ദിവസങ്ങളിൽ ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുമ്പോൾ അവന്റെ സന്നിധിയിൽ എനിക്കും നിനക്കും കൈകാര്യം ചെയ്യുവാൻ സാധിക്കാത്തതായ വിഷയങ്ങൾ എന്തുവാണ് സ്നോ ഉരുകിപ്പോകുന്നത് പോലെ, മെഴുകുരുകിപ്പോകുന്നത് പോലെ അതിനെ ഉരുക്കി കർത്താവ് മാറ്റുവാനായിട്ട് പോകുകയാണ്. ഇന്ന് പോൽക്കാലം വിശ്വസിക്കുന്നവരെ കരങ്ങളെത്തി നമ്മുടെ കർത്താവിന് ഒന്ന് സ്തോത്രം ചെയ്യട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ ദിവസങ്ങളിൽ വലിയ വിടുതലുകൾ നമ്മൾ കാണുവാൻ പോവുകയാണ് ഉപവാസ പ്രാർത്ഥനയില്. അത് ഒന്ന് എന്തുവാണ് ഞാൻ നീ പ്രതീക്ഷിക്കാത്ത രീതിയിൽ നമ്മൾ പോലും അറിയാതെ എന്തുവാണ് അല്ലെങ്കിൽ നമ്മൾ ആരും ഒന്നും ചെയ്തിട്ടില്ല ഈ സ്നോ ഉരുകി പോകുന്നത്. ഹല്ലേലൂയ. ഒരു മെഴുകുരുകുന്നതും അങ്ങനെ തന്നെയാണ്. ഹല്ലേലൂയ. പതിയെ പതിയെ എന്തുവാണ് ഉരുകി അത് മെൽറ്റ് ചെയ്യുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് എന്ന് പറഞ്ഞതുപോലെ ഹല്ലേലൂയ ഉപവാസ പ്രാർത്ഥന തീരുന്നതിന് മുമ്പ് ഹല്ലേലൂയ ചില വിഷയങ്ങളുടെ മുഖത്ത് കർത്താവ് പരിഹാരം അയക്കുവാൻ പോവുകയാണ്. നീയും ഞാനും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നതായ ചില വിഷയങ്ങളെ, ഞാനും നീയും അഭികരിക്കുന്നതായ ചില വിഷയങ്ങൾക്ക് പരിഹാരം കർത്താവ് അയക്കുവാൻ പോവുകയാണ്. അത് മെഴുകു പോലെ ഉരുകി മെൽറ്റ് ആകുവാൻ പോവുകയാണ്. സ്നോ ഉരുകുന്നത് പോലെ അത് ഉരുകി എന്തുവാണ് മെൽറ്റാകുവാൻ പോകണേ. കർത്താവിന്റെ സാന്നിധ്യത്തിന് അതുപോലെ ശക്തിയുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പുറപ്പാട് പുസ്തകം 33-ാം അധ്യായം അതിന്റെ 14-16 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ മോശ ദൈവത്തോട് പറഞ്ഞു, നിന്റെ സാന്നിധ്യം എന്നോടുകൂടെ പോകുന്നില്ല എങ്കിൽ എന്നെ അയക്കരുത്. അപ്പോൾ 32-ാം അധ്യായം നമ്മൾ വായിക്കുമ്പോൾ പുറപ്പാട് പുസ്തകം ഇസ്രായേൽ മക്കളുടെ ജീവിതത്തിലെ ഒരു കറുത്ത ഇരുണ്ട സമയമായിരുന്നു. കാര്യം അവര് വിഗ്രഹങ്ങളെ ഉണ്ടാക്കി അതിൻ്റെ അടുത്ത് നൃത്തം ചെയ്ത് ആരാധിക്കുവാൻ തുടങ്ങി കർത്താവിനെ ദുഃഖിപ്പിച്ചു. മോശെ ദുഃഖിപ്പിക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ ദൈവം പറഞ്ഞു, ഞാൻ ഇനി നിങ്ങളുടെ സഞ്ചരിക്കുകയില്ല, നിങ്ങളുടെ പോകയില്ല എന്ന് കർത്താവ് പറഞ്ഞു 32-ാം അധ്യായത്തില്. എന്നാൽ 33-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ എന്തുവാണ്
എന്താണ്? അവിടെ മറ്റൊരു ചാപ്റ്റർ തുറക്കുകയാണ്. അവിടെ ഹല്ലേലൂയ ആ പ്രശ്നങ്ങളെയും ഹല്ലേലൂയ ഇസ്രായേൽ മക്കളുടെ മറുതലിപ്പിനെയും അവരുടെ പരാജയത്തെയും കണ്ടുകൊണ്ട് അനുദപിക്കുകയും കരയുകയും ചെയ്യുന്നതായ ഒരു മോശയെ നമുക്കവിടെ കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അവരെ ഹല്ലേലൂയ വിഗ്രഹങ്ങളെ ഉണ്ടാക്കി അതിനെ ആരാധിക്കുവാൻ തുടങ്ങുന്നു. അതിനെ അവരെ ഹല്ലേലൂയ ഹൈലൈറ്റ് ചെയ്ത് അവരെ അതവരുടെ ദൈവമാണെന്ന് പറഞ്ഞ് അവരെ സ്വീകരിക്കുവാനായിട്ട് തുടങ്ങി. അത് കണ്ടപ്പോൾ ദുഃഖിതനായ കർത്താവ് ഹല്ലേലൂയ എന്നാൽ മോശയോട് പറഞ്ഞു, ഞാൻ ഇനി അവരോട് സഞ്ചരിക്കുകയില്ലെന്ന്. എന്നാൽ മോശ അവിടെ ചോദിക്കുന്നതായ ഒന്നാണ്, നിന്റെ സാന്നിധ്യം എൻ്റെ കൂടെ പോകണം, നിന്റെ സാന്നിധ്യം ഞങ്ങളോട് പോകണം, ഇല്ലെങ്കിൽ ഞങ്ങളെ അയക്കരുതേ എന്ന്. ഇന്ന് പോൽക്കാലം പ്രിയമുള്ളവരെ, കർത്താവിൻ്റെ സാന്നിധ്യം നമ്മളെവിടെ പോയാലും നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ ഹല്ലേലൂയ നമുക്ക് വിജയമുണ്ട്. ഹല്ലേലൂയ. ഇന്ന് പോൽക്കാലം നമ്മൾ എന്ത് ചെയ്തു കഴിഞ്ഞാലും എവിടെ പോയാലും നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും കർത്താവിൻ്റെ സാന്നിധ്യം എന്തുവാണ്? ഈ ദിവസങ്ങളിൽ നമ്മുടെ കൂടെ ഒന്ന് യാത്ര ചെയ്യുവാനായിട്ട് നമുക്ക് എത്ര പേര് ആഗ്രഹിക്കുന്നു? നമ്മുടെ ജോലിയിലെ, നമ്മുടെ വർക്ക് സ്ഥലത്ത്, നമ്മുടെ കോളേജ് ജീവിതത്തിലെ, സ്കൂൾ ജീവിതങ്ങളിലെ ഹല്ലേലൂയ നമ്മൾ എവിടെ പോയാലും ഹല്ലേലൂയ മോശ പറഞ്ഞതുപോലെ നിന്റെ സാന്നിധ്യം എന്നോട് കൂടെ പോകുന്നില്ല എങ്കിൽ എന്നെ അയക്കരുതേ എന്ന്. ഈ ദിവസങ്ങളിൽ എന്ത് ചെയ്തു കഴിഞ്ഞാലും ദൈവമക്കൾ ഒരു കാര്യം ചെയ്യുവാൻ ആഗ്രഹിക്കും ഒന്ന് പ്രാർത്ഥിക്കണം, കർത്താവേ നിന്റെ സാന്നിധ്യം എൻ്റെ കൂടെ പോകുന്നില്ല എങ്കിൽ എന്നെ ഈ കാര്യത്തിന് അയക്കല്ലേ എന്നൊന്ന് പ്രാർത്ഥിര്. ഹല്ലേലൂയ. നീ ഒരു കാര്യം തീരുമാനം എടുക്കുമ്പോൾ, ഹല്ലേലൂയ, നീ ഒരു യാത്ര ചെയ്യുമ്പോൾ, നീ ഒരു കാര്യത്തിന് വേണ്ടി പോകുമ്പോൾ, നീ ഒരു ഇന്റർവ്യൂവിന് വേണ്ടി പോകുമ്പോൾ, നീ ഒരു പരീക്ഷ എഴുതാൻ പോകുമ്പോൾ, നീ ഒരു പ്രത്യേക പദ്ധതി ഒരുക്കി അതിനുവേണ്ടി നീ ചില കാര്യങ്ങൾ ചെയ്യുവാൻ താല്പര്യപ്പെടുമ്പോൾ, ഹല്ലേലൂയ ഇന്ന് പോൽക്കാലം നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ ഇനിയും പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ കർത്താവേ നിന്റെ സാന്നിധ്യം എന്നോടുകൂടെ പോകണം. കാര്യം എനിക്കും നിനക്കും ചെയ്തെടുക്കുവാൻ സാധിക്കാത്തത് കർത്താവിൻ്റെ സാന്നിധ്യം നിന്റെ കൂടെ പോയാൽ അതിന് ചെയ്തെടുക്കുവാനുള്ളതായ ശക്തിയുണ്ട്. ഹല്ലേലൂയ കർത്താവിൻ്റെ സാന്നിധ്യത്തിന് വലിയ ശക്തിയുണ്ട്. അത് വിശ്വസിക്കുന്നതിന് കരങ്ങൾ സ്തോത്രം ചെയ്യട്ടെ. ഹല്ലേലൂയ.